ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലത്തെ പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോസ് ഓഫ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമുക്ക് ലോസ് ഓഫ് പ്രൊഡക്ഷനിൽ മെയിനായിട്ടും രണ്ട് ലോസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ഷോർട്ട് റണ്ണിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളതും ഒന്ന് ലോങ് റണ്ണിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളതും. അതിൽ ഒന്നാമത്തെ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു ടേബിളും അതുപോലെ അതിൻ്റെ ഗ്രാഫുമാണ് വരച്ചത്. അതിൽ മെയിനായിട്ട് 3 സ്റ്റേജസ് വരും. 3 സ്റ്റേജസ് കണ്ടുപിടിക്കുന്നത് 3 ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ്. TPP, MPP, APP അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. TPPയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഫാസ്റ്റ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യും. ദെൻ പിന്നെയും സെക്കൻഡ് സ്റ്റേജിലും ഇൻക്രീസിങ് തന്നെയാണ്, പക്ഷെ സ്ലോ ആണ്. തേർഡ് സ്റ്റെപ്പിൽ അത് ഡൗൺവേർഡ് വരും. ദെൻ APPയുടെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻക്രീസിങ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻക്രീസിങ്, സെക്കൻഡ് സ്റ്റെപ്പിൽ ഡിക്രീസിങ്, തേർഡ് സ്റ്റേജിലും ഡിക്രീസിങ് ആണ്, പക്ഷെ ഒരിക്കലും നെഗറ്റീവ് ആവുന്നില്ല. MPPയിൽ എങ്ങനെയാണ്? ഫസ്റ്റിൽ ഇൻക്രീസിങ്, സെക്കൻഡിൽ ഡിക്രീസിങ് ആൻഡ് തേർഡിൽ അത് നെഗറ്റീവ് ഫിഗർ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പഠിക്കണമെങ്കിൽ ഈ 3 ടേംസ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ടേബിളും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന 3 സ്റ്റേജസ് ഉണ്ടാവുന്നു. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഇനി ഓരോ സ്റ്റേജിനും ഓരോ പേരുകളുണ്ട്. പിന്നെ അതിൻ്റെ ട്രെൻഡ് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റേജ് 1 സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ. സ്റ്റേജ് 1ൻ്റെ പേരാണ് സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ. കാരണം അതിൽ മൂന്നും ഇൻക്രീസിങ് ആണ്. അതായത് TPP ആയിക്കോട്ടെ, APP ആയിക്കോട്ടെ, MPP ആയിക്കോട്ടെ, മൂന്നും ഇൻക്രീസിങ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേജിന് എന്ത് പേര് വന്നു? സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ. ഹിയർ TPP ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അതിൽ TPP എന്താ ഉണ്ടാവുന്നത്? ഇൻക്രീസിങ്, വളരെ ഫാസ്റ്റായിട്ട് ഇൻക്രീസിങ് നടത്തുന്നുണ്ട്. APP ഇൻക്രീസസ് ആൻഡ് റീച്ചസ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ്. APPയും ഇൻക്രീസിങ് തന്നെയാണ്. ദെൻ ഇറ്റ് റീച്ചസ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ്, ഏറ്റവും മാക്സിമം പോയിന്റ് വരെ എത്തുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 1 ആണ്. ആൻഡ് MPP ഓൾസോ ഇൻക്രീസസ്. MPPക്കും ഇൻക്രീസിങ് ട്രെൻഡാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. സ്റ്റേജ് 1 എഴുതുക, അതിൻ്റെ പേര് എഴുതുക. ദെൻ ആ 3 ക്രൈറ്റീരിയയും ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ 3നും ഇൻക്രീസിങ് ആണ്. TPP, APP, MPP ഓൾ ദീസ് ആർ ഇൻക്രീസിങ്. ഓക്കെ. ദെൻ സ്റ്റേജ് 2 എന്ന് പറയാൻ സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ. കാരണം എന്താണ്? അതൊക്കെ കുറച്ച് ആദ്യത്തത് TPP മാത്രമാണ് ഇൻക്രീസിങ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അത് വളരെ സ്ലോ ആയിട്ടാണ്. ബാക്കി രണ്ടും ഡിമിനിഷിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് വന്നത് സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെഴുതാം സ്റ്റേജ് 2 എന്ന് എഴുതി. സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ. TPP ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. അത് ഇൻക്രീസിങ് ആണ്, പക്ഷെ വളരെ സ്ലോ ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജിൽ വളരെ ഫാസ്റ്റായിട്ട് ഇൻക്രീസിങ് നടക്കുന്നുണ്ട്, പക്ഷെ സെക്കൻഡ് സ്റ്റേജിൽ ഇൻക്രീസിങ് ഉണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ്. APP ഡിമിനിഷസ്, MPP ഡിമിനിഷസ്. APPയും ഡിമിനിഷിങ് ആവുന്നുണ്ട്, MPPയും ഡിമിനിഷിങ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. തേർഡ് സ്റ്റേജ് സ്റ്റേജ് 3 സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺ. നെഗറ്റീവ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് MPP നെഗറ്റീവ് ആവുന്നുണ്ട്, പിന്നെ TPPയും APPയും എന്താണ്? ഡിക്ലൈനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് എന്ത് പേരിട്ടു? നെഗറ്റീവ് റിട്ടേൺ എന്ന് പേരിട്ടു. അതിലെന്ത് എഴുതണം? TPP ഡിക്ലൈൻസ്, APP ഡിക്ലൈൻസ്, MPP ബിക്കംസ് നെഗറ്റീവ്. ആദ്യത്തെ രണ്ടെണ്ണം TPPയും APPയും ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. MPP അവസാനം നെഗറ്റീവ് എക്സ് ആക്സിസിൻ്റെ താഴത്തേക്ക് പോകുന്നുണ്ട്. ആ ഗ്രാഫ് നമ്മൾ ഓൾറെഡി ഇന്നലെ പഠിച്ചതാണ്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടി ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇട്ടു എന്നുള്ളൂ. വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഈ സ്റ്റേജസ് ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിൽ പഠിക്കാനുള്ളത്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രം വാരി ചെയ്ത് ബാക്കി എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്ന ഒരു ലോയാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ലോ പ്രകാരം നമുക്ക് നമ്മുടെ ഇൻപുട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബട്ട് ടു എ സെർട്ടൈൻ ലിമിറ്റ്. ഒരു ലിമിറ്റ് വരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 100% സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റില്ല എന്നാണ് ഈ ലോ പ്രകാരം പറയുന്നത്. അതിലത്തെ 3 സ്റ്റേജസ് പഠിക്കുക, പേര് പഠിക്കുക, പിന്നെ അതിൻ്റെ ഓരോ ക്രൈറ്റീരിയയും ട്രെൻഡ് പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ.
ഇനി അതിലത്തെ ഓരോ ടേംസ് നമ്മൾ TPP, APP, MPP എന്നൊക്കെ പറയില്ല, അതിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. TPP എന്ന് വെച്ചാൽ എൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. ദിസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എ ഫേം ഒബ്റ്റെയിൻസ് ഇൻ ടോട്ടൽ ഫ്രം എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. ഒരു ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന മാക്സിമം ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് PPP. This is the quantity of output a firm obtains in total from a given quantity of input. നമുക്ക് ഒരു ഇത്ര ഇൻപുട്ട് തന്നിട്ടുണ്ടാവും, ആ ഇൻപുട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന മാക്സിമം ഔട്ട്പുട്ട്, അതാണ് TPP എന്ന് വെച്ചാൽ. അടുത്ത ഏതാണ്? APP ആണ്, ദാറ്റ് ഈസ് ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ്. This is the total physical product divided by quantity of input. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച TPPനെ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഫിഗറിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ്. നമ്മൾ ഇന്നലെ ആ ടേബിൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതായത് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ APPനെ നമ്മൾ നമ്പർ ഓഫ് വർക്കേഴ്സിന് ഡിവൈഡ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റിനെ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ആ ടേബിളിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? APP കിട്ടി, ദാറ്റ് ഈസ് ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ്. And third one is MPP. അതെന്താണ്? മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ ഔട്ട്പുട്ട് ദാറ്റ് റിസൾട്ട് ഫ്രം എ 1 യൂണിറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ ഇൻപുട്ട് കീപ്പിംഗ് ഓൾ അതർ ഇൻപുട്ട് കോൺസ്റ്റന്റ്. അതായത് ഇൻക്രീസ് തൊട്ട് മുമ്പത്തിൽ നിന്നും അതിന് ഇപ്പോഴത്തും തൊട്ട് മുമ്പത്തും നമ്മുടെ ഡിഫറൻസ് ആണ് നമ്മൾ MPP ആയിട്ട് കണ്ടുപിടിച്ചിരുന്നത്. അത് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതിയെന്നുള്ളൂ. ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ ഔട്ട്പുട്ട്, അതായത് ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റിൽ വന്ന ഇൻക്രീസ് ദാറ്റ് റിസൾട്ട് ഫ്രം എ 1 യൂണിറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻപുട്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ TPP കൂടിയത്? നമ്മുടെ ഇൻപുട്ട് 1 യൂണിറ്റ് കൂടിയത് കൊണ്ട്. കീപ്പിംഗ് ഓൾ അതർ ഇൻപുട്ട് കോൺസ്റ്റന്റ്, ഒരു ഇൻപുട്ട് മാത്രം, ആ ഇൻപുട്ടിൻ്റെ 1 യൂണിറ്റ് മാത്രം കൂട്ടി ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയപ്പോൾ നമ്മുടെ ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റിൽ വന്ന ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് MPP. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ ഔട്ട്പുട്ടിൽ വന്ന ഇൻക്രീസ് ദാറ്റ് റിസൾട്ട് ഫ്രം 1 യൂണിറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ ഇൻപുട്ട്. അതിൻ്റെ ഇൻപുട്ടിൻ്റെ 1 യൂണിറ്റ് കൂട്ടിയപ്പോൾ ബാക്കി എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് ഇൻപുട്ടിൻ്റെ 1 യൂണിറ്റ് മാത്രം കൂട്ടിയപ്പോൾ ഔട്ട്പുട്ടിൽ വന്ന ഇൻക്രീസ്, അതിനെ വിളിക്കുന്ന പേരാണ് MPP, ദാറ്റ് ഈസ് മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. ഈ 3 ടേംസിൻ്റെ ബേസിസിലാണ് ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ വർക്കൗട്ട് ചെയ്യുന്നത്. APP, TPP, MPP. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ആ മീനിങ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് നമുക്ക് ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന ലോയുടെ അസംഷൻസ് നോക്കാം. ഓക്കെ, അസംഷൻസ് എന്താ നോക്കാം. ദ ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റന്റ്. നമ്മളെല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. ഓൺലി 1 ഇൻപുട്ട് ഫാക്ടർ ഈസ് വാരിയബിൾ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം വാരി ചെയ്യുക, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ നിർത്തിയിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്, എല്ലാതും വാരി ചെയ്യാനായിട്ട് പാടില്ല. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫാക്ടർ വാരി ചെയ്യാം, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. ഓൾ ദ യൂണിറ്റ് ഓഫ് ദി വാരിയബിൾ ഫാക്ടേഴ്സ് ആർ ഹോമോജീനിയസ്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വാരി ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇല്ലേ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിളിൽ ഏതാ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് വർക്കേഴ്സ് ആണ്. ആ വർക്കേഴ്സ് ഒരുപോലത്തെ ആയിരിക്കണം. അതാണ് പറയുന്നത്, നമ്മൾ ഏത് ഇൻപുട്ട് ഫാക്ടർ ആണോ വാരി ചെയ്യുന്നത് ആ ഇൻപുട്ട് ഫാക്ടർ ഹോമോജീനിയസ് ആയിരിക്കണം, ഡിഫറൻഷിയേറ്റഡ് ആവാനായിട്ട് പാടില്ല, ഒരുപോലത്തെ ആയിരിക്കണം. ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണം. അതായത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് 1 യൂണിറ്റ് ലേബറിന് പകരം നമുക്ക് 2 യൂണിറ്റ് ലേബർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ സ്കേഴ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് ഒരെണ്ണം മാത്രം വാരി ചെയ്യുന്നത്? നമുക്ക് പ്ലന്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവൈലബിൾ അല്ല, എല്ലാ റിസോഴ്സസും വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരെണ്ണം മാത്രം വാരി ചെയ്ത് ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത്. അപ്പോൾ നമുക്ക് റിസോഴ്സസ് എല്ലാം പ്ലന്റി അവൈലബിൾ ആണെങ്കിൽ ഇങ്ങനെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ മാറ്റി പല ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്ത് നമുക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് ഓപ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് റിസോഴ്സസ് സ്കേഴ്സ് ആയതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരെണ്ണം മാത്രം വാരി ചെയ്യുന്നത്. ദെൻ ദ ലോ ഓപ്പറേറ്റ്സ് ഇൻ ഷോർട്ട്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാണ് ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ലോ എന്തിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള, ഷോർട്ട് റൺ പീരീഡിലേക്ക് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇതിൻ്റെ അസംഷൻസ് വരുന്നത്. ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല.
ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രം വാരി ചെയ്യുക, ബാക്കി എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുക. അങ്ങനെ വാരി ചെയ്യുന്ന ഫാക്ടർ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കണം. ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം ഗേൾസ് ആയിരിക്കണം. അതുപോലെ ഈ ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഷോർട്ട് റണ്ണിൽ മാത്രമാണ്, ലോങ് റണ്ണിലേക്ക് ഈ ലോ അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് റീസൺസ് ഫോർ ഓപ്പറേഷൻ ഓഫ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ വർക്കൗട്ട് ആവുന്നത്? ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് വരെ ഇൻക്രീസിങ് പിന്നെ ഡിക്ലൈനിങ് അങ്ങനെയൊക്കെ വരുന്ന റീസൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഫസ്റ്റ് വൺ ഈസ് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. There is a limit to the extent to which one factor can be substituted for another. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എക്സാമ്പിളും പറഞ്ഞില്ല. നമുക്ക് ലേബേഴ്സിനെ ഒഴിവാക്കാനായിട്ട് എത്ര വേണമെങ്കിലും മെക്കനൈസേഷൻ നടത്താനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും ലേബേഴ്സ് സീറോ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എത്ര മെഷീനറി മേടിച്ചു വെച്ചാലും അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും അറ്റ്ലീസ്റ്റ് 1 എംപ്ലോയി എങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, ലേബേഴ്സ് സീറോ ആക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിന് പകരം ഒന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല. അങ്ങനെ ഒരു ഫാക്ടറിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റില്ല. അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ദർ ഈസ് എ ലിമിറ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വൺ ഫാക്ടർ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. ഒരിക്കലും നമുക്ക് എന്നാൽ ലേബേഴ്സ് വളരെ എക്സ്പെൻസീവ് ആണ്, നമുക്ക് വേണ്ട എന്ന് വെക്കാനായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റില്ല. സെക്കൻഡ് വൺ ഈസ് സ്കേഴ്സിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തുകൊണ്ടാണ് ഒരെണ്ണം മാത്രം ഇങ്ങനെ വാരി ചെയ്യുന്നത്? നമുക്ക് പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഫാക്ടേഴ്സ് എല്ലാം പ്ലൻറ്റി അവൈലബിൾ അല്ല. അതിന് നന്നായിട്ട് സ്കേഴ്സിറ്റി ഉണ്ട്, ദൗർബല്യമുണ്ട്. അപ്പോൾ അങ്ങനെ സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ ലാവിഷ് ആയിട്ടൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പ്ലൻറ്റി ആയിട്ട് ഏത് റിസോഴ്സസ് ആണോ ചീപ്പായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് കുറവായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ആ റിസോഴ്സസ് മാത്രം നമ്മളിങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തും. അതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, സ്കേഴ്സിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് എക്കണോമിക്സ് ആൻഡ് ഡിസ്എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. നിങ്ങൾ +2 പഠിച്ചവർ, എക്കണോമിക്സ് പഠിച്ച കുട്ടികൾ, +2 ലെവലിൽ എക്കണോമിക്സ് പഠിച്ച കുട്ടികൾ ഈ ടേംസ് കേട്ടിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റുകളാണ് ഈ എക്കണോമിക്സ് ഓഫ് സ്കെയിലും ഡിസ്എക്കണോമിക്സ് ഓഫ് സ്കെയിലും. അത് ഞാൻ ഷോർട്ടായിട്ട് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അത് ചാപ്റ്ററിൽ അവസാനം പഠിക്കാം. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ മീൻസ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഡ്യൂ ടു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. This continues up to a certain stage. After that, advantage will become disadvantage. Okay. Economies of scale എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ, അതായത് കുറേ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ ലാഭകരമായിട്ട് നമുക്ക് 10 പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. കാരണം ഒരു യൂണിറ്റ് ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ സപ്പോസ് ഒരു പെന്നാണെന്ന് വിചാരിക്കുക, ഒരു പെൻ ഉണ്ടാക്കാനുള്ള ഫിക്സഡ് കോസ്റ്റും 10 പെൻ ഉണ്ടാക്കാനുള്ള ഫിക്സഡ് കോസ്റ്റും സെയിം ആയിരിക്കും. അപ്പോൾ എന്താണ് ലാഭം? 10 പെൻ ഉണ്ടാക്കലല്ല, സെയിം കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് മാക്സിമം പെൻ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അതിനെ വിളിക്കുന്ന പേരാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കുറച്ച് കോസ്റ്റ് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അതാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ദിസ് കണ്ടിന്യൂസ് അപ് ടു സെർട്ടൈൻ സ്റ്റേജ്. ഇത് നമുക്കൊരു പെർട്ടിക്കുലർ സ്റ്റേജ് വരെ ഈ അഡ്വാൻറ്റേജ് ഉണ്ടാവാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ആ അഡ്വാൻറ്റേജ് എന്തായിട്ട് മാറും? ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അതായത് നമുക്ക് ബെനിഫിറ്റിന് പകരം എന്തായിരിക്കും? ലോസ് ആയിരിക്കും ഉണ്ടാവുക. ആ ലോസ് ഉണ്ടാവുന്ന ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഡിസ്എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. തൽക്കാലം ഇത്രയ്ക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അത് നമുക്കൊരു സെർട്ടൈൻ സ്റ്റേജ് വരെ അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ. ആ സ്റ്റേജ് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അത് ആ ഡിസ്അഡ്വാൻറ്റേജ് ആവണമെന്ന് വിളിക്കുന്ന പേരാണ് ഡിസ്എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ വരുന്നത്. ഒരു സ്റ്റേജ് വരെ ഇൻക്രീസിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിക്രീസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു റീസൺ തന്നെയാണ്. എക്കണോമിക്സ് ആൻഡ് ഡിസ്എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിൽ തുടക്കത്തിൽ ഇൻക്രീസിങ്ങും പിന്നെ ഡിക്ലൈനിങ്ങും ഉണ്ടാവുന്നത്. The fourth one is specialization. Due to the usage of variable factor, its efficiency and productivity declines. നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ടേബിളിൽ നമ്മൾ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. 1ൽ നിന്ന് തുടങ്ങി 9, 10 ഒക്കെ.
അപ്പം നമ്മുടെ കമ്പനിയിലെ നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടും തോറും അവരെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് കുറവുണ്ടാകും. നമുക്കറിയാലോ, 2 ആളെ മാനേജ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് 10 ആളെ മാനേജ് ചെയ്യുന്നത്. 10 ആളെ മാനേജ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് 20 പേരെ മാനേജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് ഒരു ഫാക്ടർ മാത്രമാണ് ഇങ്ങനെ കൂട്ടി വരുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിൻ്റെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കുറഞ്ഞു വരും. കാരണം മാനേജ്മെൻറ്റിൽ ആ ഇൻപുട്ട് ഫാക്ടറിന് മുകളിലുള്ള കൺട്രോൾ കുറയും, അവരുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരും. അപ്പോൾ അതാണ് 4ാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്. സ്പെഷ്യലൈസേഷൻ ഉദ്ദേശിക്കുന്നതാണ് ഡ്യൂ ടു ദ യൂസേജ് ഓഫ് വാരിയബിൾ ഫാക്ടർ, വൺ വാരിയബിൾ ഫാക്ടർ ഇറ്റ്സ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഡിക്ലൈൻ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഒരു എംപ്ലോയി ഉള്ള ഓർഗനൈസേഷനും 10 എംപ്ലോയി ഉള്ള ഓർഗനൈസേഷനും കമ്പയർ ചെയ്യാം. അവിടെ ഒരു എംപ്ലോയി ആണെങ്കിൽ നമുക്ക് ഒരാളെ മാത്രം കൺട്രോൾ ചെയ്താൽ മതി, അയാളെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാം, അയാൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം 10 പേരുണ്ടെങ്കിലോ ഇത്രയ്ക്ക് പങ്ക്ച്വലായിട്ട് അല്ലെങ്കിൽ ഇത്രയ്ക്ക് സിൻസിയർ ആയിട്ടുള്ള ഒബ്സർവേഷൻ 10 പേരുള്ള കമ്പനിയിൽ ഒബ്സർവേഷൻ നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് 4ാമത്തെ റീസണായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 റീസണുകളാണ് ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ്റെ ഓപ്പറേഷന് വരുന്നത്. ഒന്നാമത്തെ, നമുക്ക് ഫുള്ളായിട്ടും ഒരു ഇൻപുട്ടിനെ ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സ്കേൾസ് ആണ്. ദെൻ എക്കണോമിക്സ് ആൻഡ് ഡിസെക്കണോമിക്സ് ഓഫ് സ്കെയിൽ വരുന്നുണ്ട്. ദെൻ സ്പെഷ്യലൈസേഷൻ. ഈ 4 റീസൺ കൊണ്ട് നമുക്ക് ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ വർക്കൗട്ട് ആവും. ഓക്കെ. നെക്സ്റ്റ് ഈസ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോണത്. ആദ്യത്തേത് ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബേസിസ് ഓഫ് മാൾത്തിയൂസൻ തിയറി ഓഫ് പോപ്പുലേഷൻ. അതൊരു തിയറിയാണ്. തിയറി ഓഫ് പോപ്പുലേഷൻ ഒരു തിയറിയാണ്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. പക്ഷെ അത് ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ബേസ് ചെയ്തിട്ടാണ്, അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ദെൻ ബേസിസ് ഓഫ് ദി റിച്ചാർഡിയൻ തിയറി ഓഫ് ഫ്രണ്ട്, അത് വേറൊരു തിയറിയാണ്. ആ തിയറിയും വെച്ചിട്ടും ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബേസിസ് ഓഫ് ദി മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അത് വേറൊരു തിയറിയാണ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അതും ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തിയറി ബേസ് ചെയ്തിട്ടുണ്ട്. മാൾത്തിയൂസൻ തിയറി ഓഫ് പോപ്പുലേഷനും റിച്ചാർഡിയൻ തിയറി ഓഫ് ഫ്രണ്ടും മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനും. ദെൻ അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് ഒപ്റ്റിമം പ്രൊഡക്ഷൻ. നമുക്ക് എത്ര പ്രൊഡക്ഷൻ നടത്താം, അതായത് ഒരു ഇത്രയ്ക്ക് ഇൻപുട്ടിൽ നിന്ന് നമുക്ക് മാക്സിമം എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ലോ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ പ്രൈസ് ഡിറ്റർമിനേഷൻ, ഒരു പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്ക് വിൽക്കാം, അതായത് നമുക്കറിയാലോ ഇത്ര കോസ്റ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ആ ഇൻപുട്ടിൽ നിന്ന്, ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻപുട്ടിൽ നിന്ന് നമുക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാം, അങ്ങനെ അത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര റുപ്പീസിനാണ് അത് എത്ര പ്രൈസിനാണ് അത് വിൽക്കാൻ പറ്റുക, അത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പ്ലനേഷൻ ഓഫ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, അതൊരു ടേമാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ കൺട്രിയിലെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുന്നു, അതായത് അവർക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പഠിച്ചാൽ മതി. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, അത്രയ്ക്ക് മനസ്സിലാക്കിയാൽ മതി. പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, അതുപോലെ അവരുടെ ആ പോപ്പുലേഷനിലുള്ള ഒരു സെർട്ടൈൻ വിഭാഗക്കാരെ അൺഎംപ്ലോയിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ പ്രൊഡക്ടിവിറ്റി എപ്പോഴും 0 ആയിരിക്കും. അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ദെൻ യൂസ്ഫുൾ ടു ഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, ഇതുപോലെ ഒരു ഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനൊക്കെ ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് അപ്ലിക്കബിൾ ആക്കാനും പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലോയാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ മീനിങ് പറഞ്ഞിട്ടൊരു സ്ലൈഡ് പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കണം, ആ ടേബിൾ പഠിക്കണം, ആ ഗ്രാഫ് പഠിക്കണം. പിന്നെ ഇന്നത്തെ സ്ലൈഡിലത്തെ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ച ആ ഒരു സ്റ്റേജസ് ഇല്ലേ, 3 സ്റ്റേജസ്, അത് നിർബന്ധമായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് സ്ലൈഡിൽ അത് APP, TPP, MPP എന്തൊക്കെയാണ് അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാലും അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്ന അസംഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും, അതിന് ശേഷം വന്ന അസംഷൻസ് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ റീസൺസ് ഫോർ ദി ഓപ്പറേഷൻ ഓഫ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ, എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള റീസൺ, അതും കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇപ്പോൾ പഠിച്ച പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയ്ക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കണം. കാരണം അത് വേണമെങ്കിൽ ഒരു 5 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഈസ് ലോസ് ഓഫ് റിട്ടേൺ ടു സ്കെയിൽ.
അടുത്ത ലോയാണ് ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് കഴിഞ്ഞ് ഇത് രണ്ടാമത്തതാണ്. നേരത്തെ പഠിച്ചത് ഷോർട്ട് റണ്ണിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് എന്തിലേക്കായിരിക്കും? ലോങ് റണ്ണിലേക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. വെൻ ഓൾ ഫാക്ടേഴ്സ് ആർ ചേഞ്ച് ഇൻ സെയിം പ്രപ്പോർഷൻ ദ ബിഹേവിയർ ഓഫ് ദി ഔട്ട്പുട്ട് ഈസ് അനലൈസ്ഡ് വിത്ത് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. അതായത് നമ്മൾ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻപുട്സും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റാവുന്നത് ബിഹേവിയർ ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി അനലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രം വാരി ചെയ്യുന്നു, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിലെങ്ങനെയാണ്? നമ്മളൊന്നും കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നില്ല. എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും വാരി ചെയ്തിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ഇറ്റ് ഈസ് എ ലോങ് റൺ അനാലിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞോളാം, ഇത് ലോങ് റണ്ണിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോയാണ്. ഷോർട്ട് റണ്ണിലേക്ക് ബാധകമല്ല, ലോങ് റണ്ണിലേക്കാണ് അപ്ലിക്കബിൾ. In the long period, output can be increased by increasing all the input factors. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ലോങ് പീരീഡ് ആണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും ഇൻക്രീസ് ചെയ്തിട്ടാണ്. നേരത്തെ പോലെ ഒരെണ്ണം മാത്രമല്ല, നമ്മൾ ഏതൊക്കെ ഇൻപുട്ടുകളാണ് യൂസ് ചെയ്യുന്നത് ആ എല്ലാ ഇൻപുട്ടുകളും ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. Return to scale refers to the relationship between changes in output and proportionate changes in all factors of production. അതാണ് ഇതിൻ്റെ മീനിങ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. റിട്ടേൺ ടു സ്കെയിൽ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. എന്താ നമ്മുടെ റിലേഷൻഷിപ്പാണ്? ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൽ ചേഞ്ചസ് ഉണ്ടായി, ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഔട്ട്പുട്ടും ചേഞ്ചായി, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ചേഞ്ചായി. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യണമെന്ന് വിളിക്കുന്ന പേരാണ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ റെഫേഴ്സ് ടു ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചസ് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡക്ഷന് ഇത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത് അതെല്ലാം ചേഞ്ച് ചെയ്തതും അതിൻ്റെ റിസൾട്ടായിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നത് വിളിക്കുന്ന പേരാണ് റിട്ടേൺ ടു സ്കെയിൽ. ദിസ് ലോ കൺസേൺഡ് വിത്ത് ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ വെച്ചിട്ടാണ് കൺസേൺ ചെയ്തിരുന്നത്. പക്ഷേ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്താണ്? സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. The term return means the change in input and output will be proportionate. അതായത് ഇതിലെ കോൺസ്റ്റന്റ് റിട്ടേൺ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ചേഞ്ചസ് ഇൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി പ്രൊപ്പോർഷനേറ്റ്. അതായത് ഇൻപുട്ടിൽ ഉണ്ടാവുന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് തന്നെയാണ് ഏതിലുണ്ടാവുക? ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ ടേം റിട്ടേൺ മീൻസ് ദ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് വിൽ ബി പ്രപ്പോർഷനേറ്റ്. റിട്ടേൺ ടു സ്കെയിലിന് ഉദ്ദേശിക്കുന്നതാണ്. അതായത് എത്ര പെർസെൻറ്റേജ്, ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ചേഞ്ചിന് ഇൻപുട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടൊരു ചേഞ്ച് ഏതിലുണ്ടാവും? ഔട്ട്പുട്ടിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലായിട്ട് പഠിക്കേണ്ടത്. അതിൽ നാലാമത്തെ ആ സെൻറ്റൻസ് ആണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വാരി ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിലുണ്ടായ ചേഞ്ചസും ഇൻപുട്ടിലത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലുണ്ടായ ചേഞ്ചസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നത് വിളിക്കുന്ന പേരാണ് റിട്ടേൺ ടു സ്കെയിലിന് ഉദ്ദേശിക്കുന്നത്. ഇത് ലോങ് റണ്ണിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോയാണ്. ഓക്കെ, ഇനി ഈ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിൻ്റെ അസംഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനും അസംഷൻസും പഠിച്ചിരുന്നു. ഇത് അത് ഏതാണ് കുറച്ചൊക്കെ റിലേറ്റഡ് ആണ്. ഇതിലെന്താണ്? ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വാരിയബിൾ. മറ്റേ എന്താ നമ്മൾ പഠിച്ചത്? ഒരെണ്ണം മാത്രം വാരി ചെയ്യും, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ലോങ് റൺ ആയതുകൊണ്ട് ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വാരിയബിൾ. ദർ ആർ നോട്ട് ടെക്നോളജിക്കൽ ചേഞ്ചസ്. അത് മറ്റേതിലും ഉണ്ടായിരുന്നാണ്. ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. ദർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താ നമ്മൾ അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്നാലും അങ്ങനെ അതൊരു അസംഷനായിട്ട് നിങ്ങളിപ്പോൾ തൽക്കാലം പഠിച്ചു വെച്ചാൽ മതി. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉള്ള ഒരു മാർക്കറ്റ് ആയിരിക്കണം. അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചർ. അപ്പോൾ അങ്ങനെയുള്ളൊരു മാർക്കറ്റ് ആയിരിക്കണം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ ഔട്ട്പുട്ട് ഈസ് മെഷേർഡ് ഇൻ ക്വാണ്ടിറ്റി. നമ്മൾ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റണം. കൃത്യമായിട്ട് നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റിയെന്ന് നമുക്ക് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഔട്ട്പുട്ട് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നത്.
എ വർക്കർ വർക്ക്സ് വിത്ത് ഗിവൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്. അതായത് ഒരു വർക്കർ ആൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ടൂൾസും മെഷീനറീസും ഒക്കെ വെച്ചിട്ടാണ് ആൾ വർക്ക് ചെയ്യുക. എക്സ്ട്രാ പുതിയതായിട്ട് അയാൾക്കൊന്നും സപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഒരു വർക്കർ അത് അങ്ങനെ സപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അയാളുടെ എഫിഷ്യൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു വർക്കർ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ ആൾക്ക് കിട്ടിയ അതേ ടൂൾസും എക്യുപ്മെൻറ്റ്സും ഒക്കെ വെച്ചിട്ട് അയാൾ ആ വർക്ക് കംപ്ലീറ്റ് ആക്കണം. പുതുതായിട്ട് അയാൾക്ക് വേറെ ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ 5 അസംഷൻസിൻ്റെ ബേസിലാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കണം. ഔട്ട്പുട്ട് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. അതുപോലെ വർക്കേഴ്സ് അയാൾക്ക് കിട്ടിയ ടൂൾസും എക്യുപ്മെൻറ്റ്സും ഒക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യും വേണം. ഓക്കെ, താങ്ക് യു.